ഈ വീഡിയോയിൽ നമ്മൾ ജോൺ എഫ് കെനഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നോക്കുന്നത്. അതായത് മാർച്ച് 18 ഈ 2025 തന്നെ ഡൊണാൾഡ് ട്രംപ് ഞാൻ എല്ലാ ക്ലാസിഫൈഡ് ഡോക്യുമെൻസും ഡീക്ലാസിഫൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവനയൊക്കെ ഇറക്കിക്കൊണ്ട് പല ഡോക്യുമെൻസും ഡീക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ മാർച്ച് 18 ഈ ജോൺ എഫ് കെനഡിയുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ പുറത്തിറങ്ങിയത്. പക്ഷെ അതിനകത്ത് FBI ഇൻവെസ്റ്റിഗേഷനിൽ വലിയ രീതിയിൽ ഒരു കാര്യങ്ങൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫയൽ പബ്ലിക് ഡൊമൈനിൽ ആർക്കൈവ്സിലൊക്കെ അവൈലബിൾ ആണ്. ഈ ജോൺ എഫ് കെനഡിയുടെ ഈ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻസ് പല രീതിയിലും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇൻവെസ്റ്റിഗേഷനാണ് റഷ്യയുടെ KGB, അന്നത്തെ സോവിയറ്റിൻ്റെ ഇൻ്റലിജൻസ് നടത്തിയ വിവരശേഖരണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ റഷ്യയുടെ കയ്യിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഒരു ഫയല് FBI ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് ആയിട്ട് മാർച്ച് 18 അമേരിക്കയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത് ഇനിയൊരു ഫയല് മറ്റൊരു ലോകശക്തിയായിട്ടുള്ള അന്നത്തെ സോവിയറ്റിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫയലാണ്. ആ ഫയൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വ്ളാഡിമിർ പുടിൻ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല അത് കൊടുത്തിട്ടുമുണ്ട്. ഇത് കൊടുത്തത് അമേരിക്കയുടെ ഫോറിൻ മിനിസ്ട്രി ഓഫീസിലാണ് എത്തിച്ചത്. ഇത് റഷ്യൻ ലാംഗ്വേജിലാണ് ഈ ഫയൽ ഉള്ളത്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കിയിട്ട് ഓപ്പൺ സോഴ്സിലേക്ക് പബ്ലിഷ് ചെയ്യും എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള താല്പര്യം എന്താണെന്നുള്ളതും അത് ഈ ഒരു ടൈമിൽ ഈ ഫയൽ പുറത്തു കൊണ്ടുവരാനുള്ള ആ ഒരു ചെയ്തോ വികാരം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഈ ജോൺ എഫ് കെനഡി എന്ന് പറഞ്ഞ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഡെമോക്രാറ്റിക് പാനലിൽ മത്സരിച്ച് അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തിയാണ്. ഈ ജോൺ എഫ് കെനഡിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കാര്യങ്ങൾ ദുരൂഹതയിലാണ്. ഇതുവരെ ഒരു രീതിയിലുള്ള കൺക്ലൂഷനിലും എത്തിയിട്ടില്ല. പക്ഷേ ഈ വെടിവെച്ച ആളിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ലീ ഹാർവേർഡ് ഓസാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ജോൺ എഫ് കെനഡിയെ വെടിവെച്ചത്. അത് പുള്ളിക്കാരൻ ഈ സോവിയറ്റ് ചായ്വ് ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ജോൺ എഫ് കെനഡിയും അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന കുർഷേവും തമ്മിൽ, റഷ്യയും അമേരിക്കയും തമ്മിൽ ഈ രീതിയിലെ കോൾഡ് വാർ ഒന്നും വേണ്ടാന്നും നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാമെന്നും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ജോൺ എഫ് കെനഡിയെ കൊലപ്പെടുത്തിയ ലീ ഹാർവേർഡിന് അങ്ങനെ സോവിയറ്റ് ബന്ധമുണ്ടായിരുന്നതായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അതൊക്കെ FBI നറേറ്റീവ്സ് മാത്രമായിരുന്നു. FBI CIA നറേറ്റീവ്സ് മാത്രമായിരുന്നു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഉണ്ടായ കോൾഡ് വാർ ഒരു വലിയ വിടവിലേക്ക്, അതായത് വലിയ രീതിയിലുള്ളൊരു ബന്ധം തകരാനുള്ള കാരണമായി തീർന്നതും ജോൺ എഫ് കെനഡിയുടെ കൊലപാതകത്തിന് മേലുള്ള ആരോപണങ്ങളാണ്. ജോൺ എഫ് കെനഡി നവംബർ 22 1963 ഡെലസ് എന്ന് പറഞ്ഞ ആ ഒരു നഗരത്തിൽ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെടിയേൽക്കുന്നത്. 2 വെടിയുണ്ടകളാണ്, ഒന്ന് മുതുകിലും ഒന്ന് തലയിലും. ജോൺ എഫ് കെനഡി പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന 2 വിഷയങ്ങൾ, ഒന്ന് ആംസ് കൺട്രോൾ, അതായത് തോക്ക് മാത്രമല്ല ഈ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാനും റഷ്യയും അമേരിക്കയും തമ്മിൽ ഇനി ഒരു രീതിയിലുള്ള കോൾഡ് വാർ അങ്ങനത്തെ രീതിയിലുള്ള സ്ട്രാറ്റജി ഒന്നും വേണ്ട എന്ന് പറഞ്ഞുള്ള തീരുമാനമെടുത്തുകൊണ്ട് അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള കുർഷേവുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നതായിട്ടാണ് വാർത്തകൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ആ സാഹചര്യത്തിലാണ് ജോൺ എഫ് കെനഡി കൊല്ലപ്പെടുന്നത്. അപ്പോൾ റഷ്യയുടെ KGB ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൽ 1990-ലും 2000-ലൊക്കെ ഈ ഫയലിനെ ചോദിച്ചുകൊണ്ട് അമേരിക്ക പലതവണ റഷ്യയെ സമീപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ റഷ്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അന്ന പോളിന എന്ന് പറഞ്ഞ ലേഡി ഇന്നലെ ഈ ഫയല് അമേരിക്കയുടെ ഫോറിൻ മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. റഷ്യൻ ലാംഗ്വേജിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഒരു മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ മാപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ മാപ്പിൽ ചില ഹാൻഡ് റിട്ടൺ നോട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. അതിൽ പറയപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു ബ്രിഡ്ജ് പണിയാം എന്നുള്ള ഒരു പദ്ധതി, അതിന് 2 പേരും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അതായത് കെനഡിയും കുർഷേവും കൂടി ചേർന്നിട്ട്. അപ്പം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും തമ്മിൽ അലാസ്കയും ഈ റഷ്യയുടെ ബീറിംഗ് സ്ട്രൈറ്റ് ഓഫ് ബീറിംഗ് എന്ന് പറയുന്ന സ്ഥലം, സ്ട്രൈറ്റ് ഓഫ് ബീറിംഗ് എന്ന് പറയുന്നത് ആ ഒരു കടലിടുക്ക്, ആ കടലിടുക്കിന് നടുവേ കുറുകെ ഒരു ബ്രിഡ്ജ് പണിയാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 74 മൈലുണ്ട് ആ ഡിസ്റ്റൻസ് ടോട്ടലി. അത് റഷ്യയുടെ മെയിൻലാൻഡും അമേരിക്കയുടെ അലാസ്കയും തമ്മിൽ 74 മൈൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 ചെറിയ ഐലൻഡുകളുണ്ട്. ഈ 2 ചെറിയ ഐലൻഡുകൾ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഡയമേഡ്, അതേപോലെ ബിഗ് ഡയമേഡ് എന്ന് പറഞ്ഞിട്ട് 2 ചെറിയ ഐലൻഡുകളുണ്ട്. ഈ ബിഗ് ഡയമേഡ് റഷ്യയുടെ ഭാഗമാണ്, ഈ ലിറ്റിൽ ഡയമേഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ആണ്. പക്ഷേ ഈ 4 കിലോമീറ്റർ മാത്രം ഒരു ബ്രിഡ്ജ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ റഷ്യയുടെ മെയിൻലാൻഡിൽ നിന്നും സ്ട്രൈറ്റ് ഓഫ് ബീറിംഗ് എന്ന് പറഞ്ഞ ആ കടലിടുക്കിലൂടെ ത്രൂ ഔട്ട് അലാസ്ക വരെ വലിയ രീതിയിൽ ഒരു 74 മൈൽ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ ടണൽ ഓർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കണക്ടിവിറ്റി കിട്ടുന്ന, ലാൻഡ് കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിൽ
ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇപ്പോൾ പൊടി തട്ടി എടുക്കുകയാണ് ട്രംപ്. ട്രംപ് ഇതിനെ ഇപ്പോൾ പൊടി തട്ടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, റഷ്യ കൊടുത്ത ഈ ഒരു ഫയൽ പൂർണ്ണമായിട്ടും പുറത്തു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നിലവിൽ ഡെമോക്രറ്റുകൾക്കും കൂടി ഒരു തിരിച്ചടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഡെമോക്രാറ്റിക് ഭരണാധികാരിയായിരുന്ന ജോൺ എഫ് കെനഡിയുടെ താല്പര്യങ്ങൾ ശരിക്കും എൻ്റെ താല്പര്യങ്ങളാണ് എന്ന് പറയാതെ പറയുന്ന ഒരു ട്രംപിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് ട്രംപിന്റെ നിലപാടുകൾ, ജോൺ എഫ് കെനഡിയുടെ നിലപാടുകളാണ് എൻ്റെ നിലപാടുകൾ എന്ന് പറയാതെ പറയാണ് ട്രംപ്. അതിനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ട്രംപും പുടിനും കൂടി ഈ ഒരു ബ്രിഡ്ജ് പ്ലാൻ റീസ്റ്റാർട്ട് ചെയ്യാനും, ഈ ഒരു പ്ലാൻ ശരിക്കും അവർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 8 ബില്യന്റെ ബഡ്ജറ്റാണ് പ്രാഥമികമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന് എലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള എലോൺ മസ്കിന്റെ ഒരു ബ്രിഡ്ജ് നിർമ്മിക്കാൻ എലോൺ മസ്കിന്റെ കമ്പനിക്ക് ഈ ഒരു വർക്ക് കൊടുത്തുകൊണ്ട് 8 ബില്യൺ മാത്രം ബഡ്ജറ്റ് നീക്കിവെച്ച് ഈ ഒരു ബ്രിഡ്ജ് പണിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ മാതൃകയിൽ ഒരു ബ്രിഡ്ജായിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ ഇതിന് $65 ബില്യൺ ചെലവ് വരും. അപ്പോൾ അതിനെ ചുരുക്കിക്കൊണ്ട് അത് വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ക്വിക്ക് പ്രോജക്റ്റ് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കണം. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയെ നോക്കൂ, ഇന്ത്യ ചബഹാർ പോർട്ട് ത്രൂ, പാകിസ്ഥാൻ ത്രൂ നമുക്ക് എന്തായാലും റൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചബഹാർ പോർട്ട് ത്രൂ നമുക്ക് അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യയിൽ എത്തി റഷ്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും ത്രൂ ഔട്ട് നമുക്ക് റോഡ് മാർഗം തന്നെ അമേരിക്കയിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് നിലവിൽ വരുന്നത്. ഇന്ത്യ റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ്, ചൈനയും റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ റഷ്യയും അമേരിക്കയും ഇതേ രീതിയിൽ ഈ മാതൃകയിൽ ഒരുമിച്ച് ഒരു ട്രേഡ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡ് പെർസ്പെക്റ്റീവിൽ ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുമിക്കേണ്ടി വരും. അതാണ് സാഹചര്യം. കാരണം ആ രീതിയിൽ അപ്പുറത്ത് 2 വൻശക്തികൾ ഒരുമിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഏഷ്യൻ സൈഡിലുള്ള 2 വൻശക്തികൾ, അഥവാ ലോകത്ത് തന്നെ അടുത്ത ലെവലിൽ നിൽക്കുന്ന, നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്ന 2 വൻശക്തികൾ, അഥവാ അവരെ മറികടക്കാൻ സാധ്യതയുള്ള 2 വൻശക്തികൾ, ഇന്ത്യയും ചൈനയും, ഇവരും ഒരുമിക്കേണ്ടി വരും. ജിയോ പൊളിറ്റിക്കൽ ഇതിനെ വലിയൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ബ്രിഡ്ജ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതിനകത്ത് ഡൊണാൾഡ് ട്രംപിന് വേറൊരു താല്പര്യം കൂടിയുണ്ട്. ആ താല്പര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഇത്രയും നാളും നീണ്ടു നിന്നിരുന്ന, അതായത് ഡെക്കേഡ്സ് ആയിട്ട് നീണ്ടു നിന്നിരുന്ന ഈ ഒരു കോൾഡ് വാർ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിലൂടെ സമാധാനത്തിന്റെ ആ ഒരു നൊബേൽ സമ്മാനത്തിലേക്ക് കൂടുതൽ നടന്നെടുക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. സമാധാനത്തിന്റെ നൊബേൽ സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല, ഇതൊരു നല്ല പ്രോജക്റ്റാണ്. റഷ്യയുമായിട്ട് ആ രീതിയിൽ അമേരിക്ക ഒരു ഫ്രണ്ട്ലി മൂവ് നടത്തി മുന്നോട്ട് പോകുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഡൊണാൾഡ് ട്രംപിന്റെ പോളിസിയെ നമ്മൾ വിമർശിക്കുമെന്നുണ്ടെങ്കിലും, അതായത് കുറെ കാലം കൊണ്ട് ചുരുളഴിയാതെ കിടക്കുന്ന ഒരു വിഷയത്തിനെ എടുത്ത് അതിലുള്ള ഒരു ചെറിയ സ്പെസിഫിക് ടോപ്പിക് എടുത്ത് അതിനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ ഈ ഒരു പദ്ധതി വളരെ നല്ല പദ്ധതിയാണ്. അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ബിൽഡ് ആകുന്നെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമുക്കും ട്രേഡ് എന്നുള്ള നിലയിൽ വളരെ എളുപ്പത്തിൽ തന്നെ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുള്ളിൽ സാധനം എത്തിക്കാൻ പറ്റും. ലാൻഡ് റൂട്ട് നല്ലൊരു പദ്ധതിയാണ്. ഇതേ സമയം ഡൊണാൾഡ് ട്രംപ് വേറൊരു കാര്യം കൂടി കരുതുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഡെമോക്രാറ്റുകൾക്കുള്ള മറുപടി. ഇതിനെ ഡെമോക്രാറ്റുകൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഇതിന് വന്നിട്ടില്ല. കാരണം അവർ ഈ ഒരു ഫയലിന്റെ പൂർണ്ണ രൂപം പുറത്തു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ജോൺ എഫ് കെനഡി ഒരു ഡെമോക്രാറ്റ് ആണല്ലോ. അപ്പം ഡെമോക്രാറ്റിന്റെ പോളിസിയെ ഒരിക്കലും അവർക്ക് തന്നെ ഗണ്ണിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലൊരു ലൂപ്പ് ഹോള്. പക്ഷേ ഡെമോക്രാറ്റുകൾ അവർ ഏത് നേരത്തും ഈ പോളിസി മാറ്റിമറിച്ച് സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്, കെൽപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ, ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ അല്ല അന്നുണ്ടായിരുന്നത് എന്നുള്ള നിലയിലേക്ക് അവർ മാറ്റിമറിച്ച് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ട്രംപ് ഒരു നെക്സ്റ്റ് ലെവൽ മൂവ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഉക്രൈന് ഒരു രീതിയിലുള്ള ഡോമിനേഷനും കൊടുക്കാൻ ട്രംപ് തയ്യാറാവാത്തത്. ട്രംപ് ആണെങ്കിൽ തുടരെ ഉക്രൈനെ ഇങ്ങനെ സപ്രസ് ചെയ്യുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. കാരണം റഷ്യയെ കൊണ്ട് അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടാവണം എന്ന് ട്രംപ് തീരുമാനിക്കുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ അമേരിക്കയ്ക്ക് 10 പൈസ കിട്ടുന്ന പരിപാടി എവിടെയുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, പുള്ളിക്കാരനും അതിനകത്ത് പേഴ്സണലി ബെനിഫിറ്റ് ആവുന്നുണ്ട്. പക്ഷെ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഈ രീതിയിൽ പൈസ സമ്പാദിക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ ജനങ്ങൾ അത്രമാത്രം വേവലാതിപ്പെടാറില്ല എന്നാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. കാരണം അവർക്ക് ഈ ഒരു കച്ചവടത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ വലിയ രീതിയിലുള്ള ചിന്തയൊന്നുമില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടികൾ എങ്ങാനും കുത്തിപ്പൊക്കി ഏതെങ്കിലും കേസൊക്കെ കൊടുത്ത് അത് തെളിഞ്ഞ് പുറത്ത് വന്ന് അങ്ങനെയൊക്കെ ആയാലായി. അല്ലാതെ ഒരു പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നും ഇതിനെതിരെ ഒരു പ്രതിഷേധം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ ജപ്പാനിൽ സനായെ തക്കൈച്ചി, ജപ്പാനിലെ ആദ്യത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്ററാണ്. അവർ ഇന്ന് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജപ്പാന്റെ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് ജെറ്റ് വേഗത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിതീവ്ര നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ട്രംപ് ചൈനയ്ക്ക് വരുന്ന നവംബർ മുതൽ 155% താരിഫ് ഇടുമെന്നുള്ള അടുത്ത ഭീഷണിയുമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ചൈനയും അടുക്കുന്നില്ല അമേരിക്കയുമായിട്ട്. പല രീതിയിലും സോപ്പിട്ട് നോക്കി, പല രീതിയിലും ഷീ ജിൻപിങ്ങിനെ സുഖിപ്പിച്ച് നോക്കി, നടക്കുന്നില്ല. അതാണ് അവസ്ഥ. ചൈനയും ഇന്ത്യയെ പോലെ സ്റ്റേൺ ആയിട്ട് നിൽക്കുകയാണ്.
ഏഷ്യ പസഫിക് എക്കണോമിക് സമ്മിറ്റിൽ വെച്ചിട്ട് ഷീ ജിങ് പിങ്ങിനെ കണ്ട് സംസാരിക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. മലേഷ്യയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ചർച്ച നടക്കാൻ സാധ്യത എന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ 2028 വരെ ഈ ഒരു റഷ്യൻ ഗ്യാസ് ഞങ്ങൾ വാങ്ങാം, 2028 മുതൽ റഷ്യൻ ഗ്യാസ് സാങ്ഷൻ ചെയ്യാൻ തയ്യാറാണെന്നാണ് സമ്മതം അറിയിച്ചിരിക്കുന്നത്. 2028 മുതൽ, അതായത് 2028 വരെ ഞങ്ങൾ ഗ്യാസ് വാങ്ങും. അതായത് ഇതിനിപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്ര വലിയ ഡിഫറൻറ്റ്? 2028 യുദ്ധം അവസാനിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്പിൻ്റെ സൈഡിൽ ഉക്രൈൻ വിന്നറാണെന്നാണ് അവർ പറയുന്നത്. കാരണങ്ങൾ നിരത്തുന്നത് പലതാണ്. റഷ്യയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അടുത്ത വർഷത്തിൽ തന്നെ ഏതാണ്ട് 780 ബില്യണോളം നഷ്ടം വരുത്തും. കാരണം ഈ സാങ്ഷൻസ്, യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ മേലിൽ ഇട്ടിരിക്കുന്ന സാങ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നെക്സ്റ്റ് ഇയറിൽ 2026 തന്നെ ഏതാണ്ട് 780 ബില്യൻ്റെ നഷ്ടം റഷ്യയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എക്കണോമിക്കലി അവരെ ഒരുപാട് വീക്കൻ ചെയ്യും. അതുപോലെ ഒരുപാട് എനർജി സെക്ടറുകളിൽ ഉക്രൈൻ അറ്റാക്ക് നടത്തി അവരുടെ എനർജി ഏരിയ മൊത്തം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും റഷ്യയ്ക്ക് തോൽവിയാണ്. ഒരു 1 ഇയർ കൂടി ഇങ്ങനെ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ റഷ്യ മുട്ടുമടക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ തന്നെയാണ് അവർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഒരു 1.5 വർഷം കൂടി യുദ്ധം അങ്ങ് നീണ്ടു പോകട്ടെ എന്നാണ് യൂറോപ്പ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് ഏതാണ്ട് 8.5 ബില്യൺ വർത്ത് വരുന്ന മിനറൽ ഡീലാണ് ഓസ്ട്രേലിയയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് ചൈനയുടെ മേളിൽ ഒരു ഹൈ താരിഫ് അപ്ലൈ ചെയ്യുമെന്നുള്ള ഭീഷണി പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു പ്രഷർ പോളിസി 155% താരിഫ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ട് ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിങ് പിങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതാണ് നെക്സ്റ്റ് ലെവലിൽ വരാൻ പോകുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതിലേക്കൊരു സൊല്യൂഷൻ എന്തായാലും ട്രംപും ഷീ ജിങ് പിങ്ങിന്റെയും മീറ്റിംഗ് കൊണ്ട് അമേരിക്ക നേടിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കയും ചൈനയ്ക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്കിൽ സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്ത്യയെ പോലെയല്ല. ഇന്ത്യക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്ത്യക്ക് അമേരിക്കയുമായിട്ട് ആ രീതിയിലുള്ള ട്രേഡ് അല്ല ഉള്ളത്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.